എങ്ങനെ പ്രൊഡക്റ്റീവായി പഠിക്കാം? ആദ്യത്തെ കാര്യം, പഠിക്കാനിരിക്കുന്ന സ്ഥലം വളരെ കാമും നല്ല നീറ്റും ഓർഗനൈസ്ഡും ആയിരിക്കണം. ക്ലട്ടേർഡ് ഡെസ്ക് വിൽ ലീഡ് ടു എ ക്ലട്ടേർഡ് മൈൻഡ്. അതുകൊണ്ട് പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന അന്തരീക്ഷം വളരെ പ്രധാനമാണ്. രണ്ടാമതായി, സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വെള്ളം കരുതുക. ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും എനർജൈസിംഗ് ഡ്രിങ്ക് ആകാം, ബ്ലാക്ക് കോഫിയോ ടീ, അങ്ങനെ എന്തെങ്കിലും. പക്ഷെ നോർമൽ വാട്ടർ ആണ് കൂടുതൽ നല്ലത്. അടുത്ത കാര്യം, സ്റ്റഡി ഓൺ ഡെയിലി ബേസിസ്. ഒരു 3 to 4 hours ഡെയിലി പഠിക്കുന്നതാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത്. ഡെയിലി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ലെക്ചർ ഷോർട്ട് നോട്ടായി കൊണ്ടുവന്ന് ഫെയർ നോട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തെഴുതുക. ആ നോട്ട്സ് വായിക്കുന്ന സമയം ആ ടോപ്പിക്കിന്റെ സൈഡിൽ ചെറുതായൊന്ന് അനോട്ടേറ്റ് ചെയ്യണം. അതായത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലോ എക്സാമ്പിൾസ് ആയോ റിയൽ ലൈഫുമായി കണക്ട് ചെയ്യുന്ന രീതിയിലോ മറ്റോ നോട്ട് ചെയ്ത് വെക്കണം. ആഴ്ചയിൽ ഒരിക്കൽ റിവിഷനും ആവശ്യമാണ്. അടുത്ത കാര്യം, ടൈം യുവർ സ്റ്റഡി സെഷൻസ് ആൻഡ് ബ്രേക്സ്. ഒരുപാട് നേരം പഠിക്കുന്നതിൽ കാര്യമില്ല, ടയേർഡായി പോകും. പഠിക്കുന്നതിനും ബ്രേക്കിനും ടൈം ഫിക്സ് ചെയ്യുക. 1 hour പഠിക്കുകയാണെങ്കിൽ ഒരു 15 minutes ബ്രേക്ക് എടുക്കുക. അങ്ങനെ ടൈം സ്കെഡ്യൂൾ ചെയ്ത് വേണം പഠിക്കാൻ. ബ്രേക്കിന്റെ സമയം എന്തെങ്കിലും സ്നാക്സ് കഴിക്കാം, ജസ്റ്റ് ഫോർ റിഫ്രഷ്മെന്റ്, നട്ട്സ്, ഫ്രൂട്ട്സ് ഓർ ഡാർക്ക് ചോക്ലേറ്റ്, അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഫ്രഷ് എയർ കൊള്ളാം, റിലാക്സിംഗ് മ്യൂസിക് കേൾക്കാം. നല്ല ടയർഡ്നെസ് തോന്നുന്നെങ്കിൽ ഒരു പവർ നാപ്പ് എടുക്കാം. ബെറ്റർ മെമ്മറിക്കും ബ്രെയിൻ പെർഫോമൻസിനും ഒത്തിരി ഗുണം ചെയ്യും.